എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നമുക്കിന്ന് +1 ബോട്ടണി ചാപ്റ്റർ 8 സെൽ ദ യൂണിറ്റ് ഓഫ് ലൈഫിൻ്റെ പാർട്ട് 2 വീഡിയോ ക്ലാസ്സിലേക്ക് പോകാം. ആൻഡ് മൈ സെൽഫ് അഞ്ജന. പ്രൊക്കാരിയോട്ടിക് സെൽസിനെ കുറിച്ചും അവരുടെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സിനെ കുറിച്ചൊക്കെ നമ്മൾ പാർട്ട് 1 വീഡിയോയിൽ പഠിച്ചു അല്ലേ? അപ്പോൾ നമുക്കിനി വേഗം യുക്കാരിയോട്ടിക് സെൽസിനെ കുറിച്ച് പഠിക്കാം. Eukaryotes includes all protist plants, animals and fungi. And അവർക്ക് when compared to prokaryotes രണ്ട് ഇമ്പോർട്ടൻറ്റ് ഫീച്ചേഴ്സ് ആണുള്ളത്. എന്തൊക്കെയാണ്? They have membrane bound organelles like ribosomes, vacuoles, lysosomes, Golgi apparatus, and they also have a well organized nucleus within a nuclear envelope. ഈ രണ്ട് ക്യാരക്ടറിസ്റ്റിക്സും പ്രൊക്കാരിയോട്ടിക് സെൽസിന് ഉണ്ടായിരുന്നോ? ഇല്ലായിരുന്നു അല്ലേ? ബട്ട് ദേ ഹാവ് റൈബോസോം. അതൊരു എക്സെപ്ഷണൽ കേസാണ്. ബട്ട് വെൻ കമ്പയർഡ് ടു പ്രൊക്കാരിയോട്സ് ആൻഡ് യുക്കാരിയോട്സ് ഹാവ് മെംബ്രെയിൻ ബൗണ്ട് ഓർഗനൽസ് ആൻഡ് ദേ ഹാവ് വെൽ ഓർഗനൈസ്ഡ് ന്യൂക്ലിയസ് വിത്തിൻ ന്യൂക്ലിയർ എൻവലപ്പ്. And also they have a variety of complex locomotory and cytoskeletal structures. Locomotory എന്ന് പറയുമ്പോൾ locomotion, അതായത് മൂവ്മെൻറ്റിനെ സഹായിക്കുന്ന സ്ട്രക്ചേഴ്സ്. വേറെ സൈറ്റോസ്കെൽട്ടൻ എന്ന് പറയുമ്പോൾ സെല്ലിൻ്റെ ഷേപ്പ് മെയിൻറ്റെയിൻ ചെയ്യാനും മെക്കാനിക്കൽ സപ്പോർട്ട് കൊടുക്കുന്നതും ഒക്കെ ആയിട്ടുള്ള വേരിയസ് സ്ട്രക്ചേഴ്സ് യുക്കാരിയോട്ടിക് സെൽസിനുണ്ട്. ഇതെല്ലാം നമ്മൾ വഴിയെ ഡീറ്റെയിൽഡായിട്ട് നോക്കി വരും. ഓൾസോ അവരുടെ ജനറ്റിക് മെറ്റീരിയൽ എന്ന് പറയുന്നത് ന്യൂക്ലിയസിനകത്ത് ത്രെഡ് ലൈക്ക് സ്ട്രക്ചറായ ക്രോമസോംസ് ആയിട്ടാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. സോ എല്ലാ യുക്കാരിയോട്ടിക് സെൽസും ഐഡൻറ്റിക്കൽ അല്ല, ഒരുപാട് ഡിഫറൻസസ് ഉണ്ട്. സോ നമുക്ക് ജസ്റ്റ് പ്ലാന്റ് സെല്ലും ആനിമൽ സെല്ലും തമ്മിലുള്ള ഡിഫറൻസസ് ഒന്ന് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ സെൽ വോൾ. സെൽ വോൾ എന്താണെന്ന് നമുക്കറിയാമല്ലേ? പ്ലാസ്മ മെംബ്രെയിനിന് ഔട്ട് സൈഡ് ആയിട്ടുള്ളൊരു ഔട്ടർ കവറിങ് ലെയർ, അതാണ് ആക്ച്വലി സെൽ വോൾ എന്ന് പറയുന്നത്. സെൽ വോൾ പ്ലാന്റ് സെൽസിനുണ്ട്, വേറെ ആനിമൽ സെൽസിന് സെൽ വോൾ ഇല്ല. ആൻഡ് അവരുടെ ഔട്ടർ മോസ്റ്റ് കവറിങ് എന്ന് പറയുന്നത് പ്ലാസ്മ മെംബ്രെയിൻ തന്നെയാണ്. നെക്സ്റ്റ് കം പ്ലാസ്റ്റിഡ്സ്. പ്ലാസ്റ്റിഡ്സ് എന്ന് പറയുന്ന ഒരു ഡബിൾ മെംബ്രെയിൻ സ്ട്രക്ചറാണ്. അവരിൽ കളേർഡ് പിഗ്മെൻറ്റ്സ് ഉണ്ട്, പിഗ്മെൻറ്റ് കോമ്പൗണ്ട്സ് ഉണ്ട്. അവർ ഫോട്ടോസിന്തസിസ് പോലുള്ള പ്രോസസ്സിനെ ഹെൽപ്പ് ചെയ്യുന്നു. അപ്പോൾ ഈ പ്ലാസ്റ്റിഡ്സ് പ്ലാന്റ് സെല്ലിൽ പ്രസൻറ്റ് ആണ്, വേറെ ആനിമൽ സെല്ലിൽ ആബ്സെൻ്റ് ആണ്. നെക്സ്റ്റ് കം വാക്യൂൾ. സോ ഈ പറയുന്ന എല്ലാ ക്യാരക്ടേഴ്സും നമ്മൾ വഴിയെ നല്ലോണം ഡീറ്റെയിൽഡായിട്ട് പറയും. സോ നിങ്ങൾ ആരും ഇതൊന്നും കേട്ട് പേടിക്കൊന്നും വേണ്ട. സോ നെക്സ്റ്റ് കം വാക്യൂൾ. പ്ലാന്റ് സെല്ലിൽ വാക്യൂൾ സിംഗിൾ ആണ് ആൻഡ് ഒരു ലാർജ് സെൻട്രൽ വാക്യൂളാണ്. വേറെ ആനിമൽ സെല്ലിലെ വാക്യൂൾസ് ഒരുപാടുണ്ടാവും ആൻഡ് അവരെല്ലാം സ്മോൾ സൈസ് ആയിരിക്കും. നെക്സ്റ്റ് കം സെൻട്രിയോൾ. സെൻട്രിയോൾ പ്ലാന്റ് സെല്ലിൽ ആബ്സെൻ്റ് ആണ്, വേറെ ആനിമൽ സെല്ലിൽ പ്രസൻറ്റ് ആണ്. ന്യൂക്ലിയസ്. പ്ലാന്റ് സെല്ലിൽ ജനറലി എക്സെൻട്രിക് ആണ്, അതായത് സെൻറ്ററിലല്ല പ്ലേസ്ഡ് ആയിട്ടുള്ളത്, സെല്ലിൻ്റെ സെൻറ്ററിലല്ല. വേറെ ആനിമൽ സെല്ലിൽ ന്യൂക്ലിയസ് ജനറലി സെൻട്രലി പ്ലേസ്ഡ് ആണ്. നെക്സ്റ്റ് കം മൈറ്റോകോൺട്രിയ. മൈറ്റോകോൺട്രിയ പ്ലാന്റ് സെല്ലിൽ വളരെ കുറവ് നമ്പറിൽ ഉണ്ടാകത്തുള്ളൂ, വേറെ ആനിമൽ സെല്ലിൽ ഒരുപാട് നമ്പേഴ്സിലുണ്ടാവും. നെക്സ്റ്റ് കം ഗോൾജി ബോഡി. പ്ലാന്റ് സെല്ലിൽ അവർ ഒരുപാടുണ്ടാവും ആൻഡ് സ്കാറ്റേർഡ് ആയിരിക്കും, വേറെ ആനിമൽ സെല്ലിൽ ഒന്നേ ഉണ്ടാകത്തുള്ളൂ ആൻഡ് ന്യൂക്ലിയസിന് അടുത്തായിട്ടായിരിക്കും കാണുന്നത്. സോ ഇതൊക്കെയാണ് ബേസിക്കലി പ്ലാന്റ് സെൽ ആൻഡ് ആനിമൽ സെൽ തമ്മിലുള്ള ഡിഫറൻസസ്. നമുക്കിനി ഇൻഡിവിജ്വൽ സെൽ ഓർഗനൽസിൻ്റെ സ്ട്രക്ചറും ഫങ്ഷൻസും എല്ലാം വേഗം നോക്കി പോവാം. ഫസ്റ്റ് ഓഫ് ഓൾ സെൽ മെംബ്രെയിൻ. സെൽ മെംബ്രെയിൻ അല്ലെങ്കിൽ പ്ലാസ്മ മെംബ്രെയിൻ എന്ന് പറയുന്നത് നമുക്കറിയാമല്ലേ, ഒരു ഔട്ടർ മോസ്റ്റ് കവറിങ് ആണ് അനിമൽ സെല്ലിൽ, വേറെ പ്ലാന്റ് സെല്ലിൽ ഔട്ടർ മോസ്റ്റ് ആയിട്ട് സെൽ വോൾ ഉണ്ട്. ആൻഡ് സെൽ മെംബ്രെയിൻ ഈസ് ടിപ്പിക്കലി കമ്പോസ്ഡ് ഓഫ് ലിപ്പിഡ്സ് ദാറ്റ് ആർ അറേഞ്ച്ഡ് ഇൻ ബൈലെയർ. ലിപ്പിഡ്സ് എന്ന് പറയുമ്പോൾ ദേ ആർ ഓർഗാനിക് കോമ്പൗണ്ട്സ് വിച്ച് ആർ ഇൻസോലബിൾ ഇൻ വാട്ടർ, വേറെ സോലബിൾ ഇൻ ആൽക്കഹോൾ, ക്ലോറോഫോം, ഈഥർ. ആൻഡ് ഈ ലിപ്പിഡ് മോളിക്യൂൾസ് ബൈ ലെയർ ആയിട്ടാണ് അറേഞ്ച് ചെയ്തേക്കുന്നത്. ബൈ ലെയർ മീൻസ് രണ്ട് ലെയേഴ്സ് ആയിട്ട്. നിങ്ങൾ ആ ഫിഗറിൽ കാണുന്നുണ്ടോ? ഇത് ഒരു ലെയർ, ഇത് സെക്കൻഡ് ലെയർ. സോ ബൈ ലെയർ ആയിട്ടാണ് ലിപ്പിഡ്സ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ലിപ്പിഡ്സിൻ്റെ ആ ഒരു അറേഞ്ച്മെൻറ്റ് എന്ന് പറയുമ്പോൾ അത് നമുക്കൊരു ലിപ്പിഡ് മോളിക്യൂളിനെ കുറിച്ച് നോക്കാം. They have a head and a tail. ഈ ഹെഡ് എന്ന് പറയുന്നത് ഹൈഡ്രോഫിലിക് ആണ്, ദാറ്റ് ഈസ് വാട്ടർ ലവിങ് ആണ്. സോ ദ ക്യാൻ ബി സെഡ് as polar head which faces towards the outer region. കണ്ടോ, ഈ ഹെഡ് ഹൈഡ്രോഫിലിക് ആണ്, അത് പുറത്തേക്കായിരിക്കും ഫേസ് ചെയ്തിരിക്കുന്നത്. വേറെ ഈ ടെയിൽ എന്ന് പറയുന്നത് ഹൈഡ്രോഫോബിക് ആണ്, ദാറ്റ് ഈസ് വാട്ടർ ഹേറ്റിംഗ് ആണ്, ദാറ്റ് ഈസ് ദെയർ നോൺ പോളാർ ടെയിൽ. അവർ ഫേസ് ചെയ്തേക്കുന്നത്
ഇന്നർ റീജിയനിലേക്കായിരിക്കും. ഇങ്ങനെയാണ് ലിപ്പിഡ് മോളിക്യൂൾസിൻ്റെ അറേഞ്ച്മെൻറ്റ് എന്ന് പറയുന്നത്. And this ensures that the non-polar tail of the saturated hydrocarbons is protected from the aqueous environment. So outside ഉള്ള ആ ഒരു aqueous environmentൽ നിന്ന് നമ്മുടെ നോൺ പോളാർ ഹൈഡ്രോഫോബിക് ടെയിൽസിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു. അതാണ് ഈ ഒരു അറേഞ്ച്മെൻറ്റിൻ്റെ പെക്യൂലിയറിറ്റി എന്ന് പറയുന്നത്. And the lipid component of the membrane mainly consists of phosphoglycerides. സെൽ മെംബ്രെയിനിൽ നമ്മൾ പറഞ്ഞു ലിപ്പിഡ്സ് ഉണ്ടെന്നല്ലേ. സോ ലിപ്പിഡ്സ് മാത്രമല്ല പ്രോട്ടീൻസും കാർബോഹൈഡ്രേറ്റ്സും ഒക്കെ പ്രസൻറ്റ് ആണ്. ദ റേഷ്യോ ഓഫ് പ്രോട്ടീൻ ആൻഡ് ലിപ്പിഡ് വേരിയസ് കൺസിഡറബിളി ഇൻ ഡിഫറെൻറ്റ് സെൽ ടൈപ്സ്. ഓരോ സെൽ ടൈപ്സിൽ ഈ ലിപ്പിഡ്സിൻ്റെയും പ്രോട്ടീൻസിൻ്റെ ഒക്കെ റേഷ്യോ ഡിഫറെൻ്റ് ആയിരിക്കും. ഫോർ എക്സാമ്പിൾ നമ്മൾ ഹ്യൂമൻ ബീയിങ്സിൽ എറിത്രോസൈറ്റിൻ്റെ മെംബ്രെയിൻ, എറിത്രോസൈറ്റ് എന്ന് പറഞ്ഞാൽ ആരാണ്? റെഡ് ബ്ലഡ് സെൽസ്, ആർ ബി സിയുടെ മെംബ്രെയിൻ, സെൽ മെംബ്രെയിനിൽ 52% ഓഫ് പ്രോട്ടീൻസും വേറെ 40% ഓഫ് ലിപ്പിഡ്സുമാണ് പ്രസൻറ്റ് ആയിട്ടുള്ളത്. അപ്പോൾ മെംബ്രെയിനിൽ പ്രോട്ടീൻസ് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. മെംബ്രെയിൻ പ്രോട്ടീൻസ് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം: ഇൻറ്റഗ്രൽ പ്രോട്ടീൻസ് ആൻഡ് പെരിഫറൽ പ്രോട്ടീൻസ്. ഇൻറ്റഗ്രൽ പ്രോട്ടീൻസ് എന്ന് പറഞ്ഞാൽ ദേ ആർ പാർഷ്യലി ഓർ ടോട്ടലി ബറീഡ് ഇൻ ദ മെംബ്രെയിൻ. ഒരു ഫോസ്ഫോലിപ്പിഡ് ബൈലെയർ ഇല്ലേ, ആ ഒരു ലിപ്പിഡ് ബൈലെയറിൽ കംപ്ലീറ്റ്ലി എംബഡായിട്ട് അല്ലെങ്കിൽ ബറീഡായിട്ട് ഒരു ടോട്ടലി ഫിക്സഡ് ഇങ്ങനെ ആഴ്ന്നിറങ്ങിയ രീതിക്കായിരിക്കും ഇൻറ്റഗ്രൽ പ്രോട്ടീൻസ് ഇരിക്കുന്നത്. ഫിഗറിൽ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നില്ലേ? വേറസ് പെരിഫറൽ പ്രോട്ടീൻസ് എന്ന് പറയുമ്പോൾ ദേ ലൈസ് ഓൺ ദ സർഫസ് ഓഫ് ദ മെംബ്രെയിൻ. ആ ഒരു മെംബ്രെയിൻ സർഫസിൽ ആയിരിക്കും അവർ പ്രസൻറ്റ് ആയിട്ടുള്ളത്. സോ ഇൻറ്റഗ്രൽ പ്രോട്ടീൻസ് മെംബ്രെയിനിൽ ബറീഡായിട്ട് അല്ലെങ്കിൽ എംബഡായിട്ട് കാണുന്നു. വേറസ് പെരിഫറൽ പ്രോട്ടീൻസ് ജസ്റ്റ് ആ ഒരു സർഫസിൽ അറ്റാച്ച് ആയിട്ടായിരിക്കും ഇരിക്കുന്നത്. ഫ്ലൂയിഡ് മൊസൈക്ക് മോഡൽ. പ്ലാസ്മ മെംബ്രെയിൻ്റെ സ്ട്രക്ചറൽ മോഡൽ എന്ന് പറയുന്നത് ഫ്ലൂയിഡ് മൊസൈക്ക് മോഡലാണ്. ഇങ്ങനെയാണ് പ്ലാസ്മ മെംബ്രെയിൻ അല്ലെങ്കിൽ സെൽ മെംബ്രെയിൻ കാണുന്നത് എന്ന് ഉള്ള ആ ഒരു സ്ട്രക്ചറൽ ഡീറ്റെയിൽസ് പ്രപ്പോസ് ചെയ്തത് സിംഗർ ആൻഡ് നിക്കോൾസൺ ഇൻ 1972. So according to this, the quasi-fluid nature of lipid enables lateral movement of proteins within the overall bilayer. This ability to move within the membrane is measured as its fluidity. So quasi-fluid means a partially liquid and partially solid. So ഈ ഒരു quasi-fluid നേച്ചറാണ് ആക്ച്വലി ആ ലിപ്പിഡ് മോളിക്യൂൾസിനുള്ളത്. സോ ഈ ഒരു നേച്ചർ ഉള്ളത് കൊണ്ട് തന്നെ ലിപ്പിഡ് ബൈലെയറിൽ കൂടി പ്രോട്ടീൻസിൻ്റെ മൂവ്മെൻറ്റ് ഫെസിലിറ്റേറ്റ് ചെയ്യുന്നു. ആൻഡ് ഈ ഒരു എബിലിറ്റി ടു മൂവ് വിത്തിൻ ദ മെംബ്രെയിനെയാണ് ഫ്ലൂയിഡിറ്റി മെഷർമെൻറ്റ് എന്ന് പറയുന്നത്. And ഈ ഒരു fluid nature of membrane is also important for various functions like cell growth, formation of intercellular junctions, secretion, endocytosis, cell division, etc. So ഇതാണ് fluid mosaic model എന്ന് പറയുന്നത്. ആൻഡ് നമുക്കറിയാമല്ലേ പ്ലാസ്മ മെംബ്രെയിൻ അല്ലെങ്കിൽ സെൽ മെംബ്രെയിൻ എന്ന് പറയുന്നത് സെലക്റ്റീവ്ലി പെർമിയബിൾ ആണ്. അതൊരു ഇമ്പോർട്ടൻറ്റ് ടേമാണ്, സെലക്റ്റീവ്ലി പെർമിയബിൾ. സെലക്റ്റീവ്ലി പെർമിയബിൾ എന്ന് പറയുമ്പോൾ അവർ ചില ആൾക്കാരെ മാത്രം അവരിലൂടെ കടന്നു പോകാൻ സമ്മതിക്കും അല്ലെങ്കിൽ സഹായിക്കും. സോ പ്ലാസ്മ മെംബ്രെയിൻ, one of the most important functions of the plasma membrane is the transport of molecules across it. The membrane is selectively permeable to some molecules present on either side of it. ഒന്നെങ്കിൽ അകത്തുനിന്ന് പുറത്തേക്ക് അല്ലെങ്കിൽ പുറത്തുനിന്ന് അകത്തേക്ക്. So ഈ ഒരു transport of molecules across the plasma membrane can take place in two different ways. Either passive transport or active transport. And ഈ ഒരു difference is based upon the requirement of energy. So നമുക്ക് ആദ്യം പാസീവ് ട്രാൻസ്പോർട്ട് നോക്കാം. മെനി മോളിക്യൂൾസ് ക്യാൻ മൂവ് ബ്രീഫ്ലി അക്രോസ് ദ മെംബ്രെയിൻ വിത്തൗട്ട് എനി റിക്വയർമെൻറ്റ് ഓഫ് എനർജി ആൻഡ് ദിസ് ഈസ് കോൾഡ് എ പാസീവ് ട്രാൻസ്പോർട്ട്. എക്സ്ട്രാ സെല്ലുലർ റീജിയനിൽ കുറച്ച് മോളിക്യൂൾസ് ഉണ്ട്, അവർക്ക് സെല്ലിൻ്റെ ഇൻറ്റീരിയറിലേക്ക് വരണം. സോ ഓർ ദേ വോണ്ട് ടു മൂവ് ഫ്രം ഇറ്റ്സ് ഹയർ കോൺസെൻട്രേഷൻ ടു ലോവർ കോൺസെൻട്രേഷൻ. സോ ഇങ്ങനെ മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് ഒരു എനർജി റിക്വയർമെൻറ്റും ഇല്ല. ജസ്റ്റ് അവിടെ ഹയർ കോൺസെൻട്രേഷൻ റീജിയനിൽ നിന്ന് ലോവർ കോൺസെൻട്രേഷൻ റീജിയനിലേക്ക് പ്ലാസ്മ മെംബ്രെയിൻ വഴി ജസ്റ്റ് അങ്ങ് മൂവ് ചെയ്ത് വരും. സോ ഇതാണ് പാസീവ് ട്രാൻസ്പോർട്ട് എന്ന് പറയുന്നത്. ചില ന്യൂട്രൽ സൊല്യൂൾസ് മേ മൂവ് അക്രോസ് ദ മെംബ്രെയിൻ ബൈ ദ പ്രോസസ് ഓഫ് സിമ്പിൾ ഡിഫ്യൂഷൻ അലോങ് ദി കോൺസെൻട്രേഷൻ ഗ്രേഡിയൻറ്റ്, ദാറ്റ് ഈസ് ഫ്രം ഹയർ കോൺസെൻട്രേഷൻ ടു ലോവർ കോൺസെൻട്രേഷൻ. Water can also move across this membrane from higher to lower concentration, and the movement of water by diffusion is called as osmosis.
സോ പാസീവ് ട്രാൻസ്പോർട്ട് എന്ന് പറയുന്നത് ഇറ്റ്സ് സോ സിമ്പിൾ, ദാറ്റ് ഇസ് എ മൂവ്മെൻറ്റ് ഓഫ് മോളിക്യൂൾസ് അക്രോസ് എ മെംബ്രെയിൻ വിത്തൗട്ട് എനി എനർജി റിക്വയർമെൻറ്റ്. ആക്റ്റീവ് ട്രാൻസ്പോർട്ട് എന്ന് പറയുമ്പോഴത്തേക്കും ചില പോളാർ മോളിക്യൂൾസ് അവർക്ക് ഈ ഒരു നോൺ പോളാർ ലിപ്പിഡ് ബൈലെയറിൽ കൂടി മൂവ് ചെയ്യാൻ പറ്റില്ല. സോ പോളാർ ആണെങ്കിലല്ലേ ആ ഒരു മൂവ്മെൻറ്റ് ഈസി ആയിട്ട് നടക്കത്തുള്ളൂ. സോ മോളിക്യൂൾസ് പോളാറാണ്, അവർക്ക് നോൺ പോളാർ ലിപ്പിഡ് ബൈലെയറിൽ കൂടി മൂവ് ചെയ്ത് പോകണം. സോ അങ്ങനെയെങ്കിൽ അവർക്ക് അവിടെ രണ്ട് കാര്യങ്ങൾ വേണം, ഒരു കാരിയർ പ്രോട്ടീനും വേണം, എനർജിയും വേണം. സോ ഇങ്ങനത്തെ ട്രാൻസ്പോർട്ടിനെയാണ് ആക്റ്റീവ് ട്രാൻസ്പോർട്ട് എന്ന് പറയുന്നത്. A few ions or molecules are transported across the membrane against their concentration gradient, for say from lower to higher concentration. Such transport is an energy dependent process in which ATP is utilized and is called active transport. Example, sodium potassium pump. So active transport എന്ന് പറയുന്നത് എന്താണ്? മോളിക്യൂൾസിൻ്റെ മൂവ്മെൻറ്റിന് they require a carrier protein as well as they also require energy in the form of ATP. So this is called active transport. So basically passive transport and active transport തമ്മിലുള്ള ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അല്ലേ? നെക്സ്റ്റ് കംസ് സെൽ വോൾ. സെൽ വോൾ എന്താണ്? പ്ലാന്റ് സെൽസിൽ അല്ലേ, അനിമൽ സെൽസിൽ പ്രസൻസ് അല്ല, പ്ലാന്റ് സെൽസിലൊക്കെ പ്ലാസ്മ മെംബ്രെയിനെ ഔട്ട്സൈഡ് ആയിട്ട് കാണുന്ന ഒരു പ്രൊട്ടക്റ്റീവ് കവറിംഗ് ലെയർ, അതാണ് സെൽ വോൾ എന്ന് പറയുന്നത്. ആൻഡ് ദേ ഗീവ് ഷേപ്പ് ടു ദ സെൽ, ഓൾസോ പ്രൊട്ടക്ട്സ് ദ സെൽ ഫ്രം മെക്കാനിക്കൽ ഡാമേജ് ആൻഡ് ഇൻഫെക്ഷൻസ്. അവർ വേറെ എന്തൊക്കെ കാര്യങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യുന്നു? സെൽ ടു സെൽ ഇൻറ്ററാക്ഷനും, ആൻഡ് ദേ ഓൾസോ പ്രൊവൈഡ് ബാരിയർ ടു അൺഡിസൈറബിൾ മാക്രോ മോളിക്യൂൾസ്. ഡിഫറെൻ്റ് ആയിട്ടുള്ള ആൾക്കാരുടെ സെൽ വോളിൻ്റെ കോമ്പോസിഷൻ, സെൽ വോൾ ഉണ്ടാക്കിയിരിക്കുന്ന ആ ഒരു ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആയിരിക്കും. ഫോർ എക്സാമ്പിൾ, സെൽ വോൾ ഓഫ് ആൽഗെ ആർ മെയ്ഡ് അപ്പ് ഓഫ് സെല്ലുലോസ്, ഗാലക്ടൻസ്, മാനൻസ് ആൻഡ് മിനറൽസ് ലൈക്ക് കാൽഷ്യം കാർബണേറ്റ്. ഇതൊരു കോമ്പോസിഷനെ കുറിച്ച് പറയുന്നതാണ് കേട്ടോ, നത്തിങ് ടു വറി. Cell wall of plants are made up of cellulose, hemicellulose, pectins and proteins. ഇനി ഒരു യങ് പ്ലാന്റ് സെല്ലിൻ്റെ സെൽ വോളിനെ പറയുന്ന പേരാണ് പ്രൈമറി വോൾ. ഒരു യങ് പ്ലാന്റ് സെല്ലിൻ്റെ സെൽ വോളിനെ പറയുന്ന പേരാണ് പ്രൈമറി വോൾ. And this primary wall is capable of growth, which gradually diminishes as the cell matures, and the secondary wall is formed on the inner towards the membrane side of the cell. സോ ഒരു യങ് പ്ലാന്റ് സെല്ലുണ്ട്, അപ്പോൾ അവരിൽ ആദ്യമായിട്ടൊരു സെൽ വോൾ ഉണ്ടായി ഔട്ട്സൈഡ് ദി പ്ലാസ്മ മെംബ്രെയിൻ, അതിനെ പറയുന്ന പേര് പ്രൈമറി വോൾ എന്നാണ്. പക്ഷേ ആ സെല്ല് മെച്യൂർ ആയിക്കൊണ്ടിരിക്കുമ്പോൾ ഈ പ്രൈമറി വോൾ ഡിമിനിഷ് ആവുന്നു. എന്നിട്ട് ഈ പ്രൈമറി വോളിന് അകത്തേക്ക്, അതായത് പ്ലാസ്മ മെംബ്രെയിനെ ഫേസ് ചെയ്തുകൊണ്ട് സെക്കൻഡറി വോൾ ഫോം ചെയ്യും. ഓക്കെ, നെക്സ്റ്റ് മിഡിൽ ലാമെല്ല. എന്താണ് മിഡിൽ ലാമെല്ല? It's a layer made up of calcium pectate which holds or glues the different neighboring cells together. സോ നമുക്കൊരു ടിഷ്യൂ എടുക്കുകയാണെങ്കിൽ അതിനകത്ത് ഒരുപാട് സെൽസ് ഉണ്ടാവുമല്ലേ. സോ എല്ലാ സെൽസിനെയും പരസ്പരം അടുത്തടുത്ത് നല്ല കുട്ടികളായിട്ട് നല്ല ഫ്രണ്ട്സിനെ പോലെ ചേർത്ത് നിർത്തുന്ന, അവർ ഗ്ലൂ ചെയ്ത് ഒട്ടിച്ച് നിർത്തുന്ന ആ ഒരു ലെയറിനെയാണ് മിഡിൽ ലാമെല്ല എന്ന് പറയുന്നത്. സോ ഫിഗറിൽ നിങ്ങൾ കാണുന്നുണ്ടോ? ഇതൊരു സെൽ, ഇതൊരു സെൽ, ഇതൊരു സെൽ. സോ ഈ മൂന്ന് സെൽസിനെയും ഇടയ്ക്ക് അവരെ ഗ്ലൂ ചെയ്ത് നിർത്തുന്ന ആ ഒരു പാർട്ട്, അതാണ് മിഡിൽ ലാമെല്ല എന്ന് പറയുന്നത്. എന്താണ് പ്ലാസ്മോഡെസ്മേറ്റ? പ്ലാസ്മോഡെസ്മേറ്റ എന്ന് പറയുമ്പോൾ ദ സെൽ വോൾ ആൻഡ് ദ മിഡിൽ ലാമെല്ല മേ ബി ട്രാൻസ്വേഴ്സ്ഡ് ബൈ പ്ലാസ്മോഡെസ്മേറ്റ വിച്ച് കണക്ട് ദി സൈറ്റോപ്ലാസം ഓഫ് നൈബറിങ് സെൽസ്. ഒന്നുമില്ല, അടുത്തടുത്തുള്ള സെൽസ് ഉണ്ടല്ലോ, ഇതൊരു സെൽ, ഇതൊരു സെൽ. അടുത്തടുത്തുള്ള സെൽസിൻ്റെ സൈറ്റോപ്ലാസങ്ങളെ തമ്മിൽ കണക്ട് ചെയ്യുന്ന ആ ഒരു സ്ട്രക്ചർ, അതിനെയാണ് പ്ലാസ്മോഡെസ്മേറ്റ എന്ന് പറയുന്നത്. കണ്ടോ, അവരുടെ സൈറ്റോപ്ലാസംസ് തമ്മിലാണ് ആ ഒരു കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത്. അപ്പം മിഡിൽ ലാമെല്ലയും പ്ലാസ്മോഡെസ്മേറ്റയും തമ്മിലുള്ള ബേസിക് ഡിഫറൻസ് മനസ്സിലായല്ലോ അല്ലേ? മിഡിൽ ലാമെല്ല ഗ്ലൂസ് ദി നൈബറിങ് സെൽസ് whereas പ്ലാസ്മോഡെസ്മേറ്റ കണക്ട്സ് ദി സൈറ്റോപ്ലാസം ഓഫ് നൈബർ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ക്ലാസ്സിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി കുറച്ച് കാര്യങ്ങൾ കൂടി പഠിച്ചു കഴിയുമ്പോൾ നമ്മുടെ ഈ ചാപ്റ്റർ കഴിയും. സോ അതിന് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ദിസ് ചാപ്റ്റർ ഇസ് കമ്പാരിറ്റീവ്ലി വെരി ഈസി ടു അണ്ടർസ്റ്റാൻഡ്. സോ സ്റ്റേ ട്യൂൺ ഫോർ മോർ വീഡിയോസ്. Thank you for listening and all the best.